നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് ഇപ്പം സമയം എത്രയെന്നറിയോ? 9:15. എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, ഭയങ്കര. ഗുഡ് മോർണിംഗ് മൈ ഫാമിലി. അപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസി ഡേ ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഒരു 6 മണിയായി. എന്താ ഇത്ര രാവിലെ എണീറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് കിച്ചണിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു എന്താ പറയുന്നത് അപ്പോയിൻമെൻ്റ് ഉണ്ട്. കാരണം എനിക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അപ്പോൾ എനിക്ക് ഫിസിയോതെറാപ്പി എടുക്കണം. അപ്പോൾ നാട്ടിൽ വെച്ച് ഞാനൊരു കുറച്ച് സെഷൻ എടുത്തായിരുന്നു. പക്ഷേ എന്നാലും അത് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഞാനത് ബുക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ എനിക്കതിൻ്റെ കിട്ടി. അപ്പോൾ 10:30ക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അവിടെ പോകണം. അതിന് മുന്നേ എനിക്ക് വീട്ടിൽ, അതായത് അടുക്കളയിൽ കുറച്ച് പരിപാടികൾ തീർക്കാനുണ്ട്. കാരണം ഇന്ന് സച്ചിയുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ബിസി ഡേ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്തായാലും സച്ചുള്ള ദിവസം നമ്മളൊന്ന് പുറത്ത് പോകും. കുഞ്ഞാവയും സച്ചും എണ്ണീറ്റിട്ടില്ല. അപ്പോൾ കുഞ്ഞ് എണ്ണിക്കുന്നതിന് മുന്നേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങ് എണ്ണീറ്റത്. അവരെണ്ണിക്കുന്നതിന് മുന്നേ എനിക്ക് ഹാഫെങ്കിലും കിച്ചണിൽ റെഡിയാക്കണം. ഞാനൊന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വലിയ ഷെഫൊന്നുമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വലിയ ബിരിയാണിയിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ കുറച്ച് പരിപാടികൾ ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോകാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഇന്ന് തന്നെ അങ്ങ് ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ സവോളയും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്കിനും ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ ആദ്യമേ തുടങ്ങി ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് ഇച്ചിരി ടൈം ലാഗ് അടിക്കും. ഒത്തിരി ടൈം പോകുന്ന പോലെ ഇരിക്കും. ഇതാകുമ്പോഴത്തേക്കിനും ഓൺ ടൈമിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു ഫുൾ ഡേ ബിരിയാണിയുടെ പുറകെ പോവുകയും ചെയ്യേണ്ട. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, അല്ലെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ സവോള പൊളിക്കുക എന്നുള്ളത്. ഞാൻ എങ്ങനെയൊക്കെ ഏതൊക്കെ ട്രിക്കൊക്കെ പയറ്റിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ എനിക്ക് ഈ കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരാതെ ഇരിക്കുന്നേ ഇല്ല. എപ്പോഴും നീരും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം അവരോട് പറയുന്നത് ഒന്നെങ്കിൽ സവോള അല്ലെങ്കിൽ ഉള്ളി എനിക്ക് പൊളിച്ചു തരാമെന്ന് മാത്രം. ഇതിനിടയ്ക്ക് സച്ചും കുഞ്ഞും എണ്ണീറ്റ് താഴെ വന്നായിരുന്നു. അപ്പോൾ രാവിലെ അവർ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുക എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നുമുണ്ട്. കുഞ്ഞ് കരവാണോ അങ്ങനെയൊക്കെ. ഞാൻ പൊതുവേ നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഈസി. ആൻഡ് ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒക്കും എന്ന് വിചാരിക്കുന്നത് നെയ്ച്ചോറാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, സച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയുടെ ഒരാളാണ്, ബിരിയാണി ലവറാണ്. അപ്പോൾ പിന്നെ എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ചാലേ അത് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബിരിയാണി എങ്കിൽ ബിരിയാണി എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. സോ ഈ സമയമായപ്പോഴേക്ക് ഏറെക്കുറെ എൻ്റെ പരിപാടിയെല്ലാം തീർന്നായിരുന്നു. ഹായ് ഫാമിലി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചു, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി. അല്ലേ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, ഭയങ്കര ബഹളമായിരുന്നു. എന്തിനാ ബഹളം വെച്ചെന്ന് പറ. ശരി. ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിരുന്നു. ആ സമയത്ത് ടൈം ഓൾറെഡി കുറച്ച് പോയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ സമയത്ത് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എടുക്കാഞ്ഞത്. ഈ ഫിസിയോതെറാപ്പിക്ക് ഞാൻ പോയത് എൻ്റെ GPയിലല്ല, അതായത് ഞാൻ രജിസ്റ്റർ ചെയ്ത GPയിലല്ല. അവരെന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ GPയിലല്ല, നിങ്ങളുടെ സ്ഥലത്തുനിന്ന് ഒരുപാട് ദൂരമാണ്. പക്ഷേ നമുക്ക് ഈ ഫിസിയോതെറാപ്പിക്കൊക്കെ ഒരു ദിവസത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ ഇനി ഒരു വെയിറ്റിംഗ് പീരീഡ് നോക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇച്ചിരി ദൂരമാണെങ്കിലും സാരമില്ല, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. സോ അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ വന്നു. നമ്മൾ ഓൺ ടൈമിൽ ഒരു 5-6 മിനിറ്റ്സ് നേരത്തെ ആയിരുന്നു.
പക്ഷെ എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തില്ല, എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മളെ അകത്തോട്ട് വിളിച്ചു. ഇവിടെ ആക്ച്വലി അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള പാടേ ഉള്ളൂ. വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് വേണ്ടി തരും. ബിക്കോസ് 10:30 സ്റ്റാർട്ട് ചെയ്ത എന്താ പറയുന്നത് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സെഷൻ അത് തീർന്നപ്പോൾ ഓൾമോസ്റ്റ് 1:15 ആ ഒരു റേഞ്ചിലായി. ഒരു 2-2.25 അല്ലെങ്കിൽ 2.5 hours അവർ ആ സെഷൻ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി എവിടെയാണ്, എന്താണ്, എത്ര കാലം മുന്നെയാണ് എല്ലാം നമ്മളുടെ അടുത്ത് സംസാരിച്ചു. ഇതായിരുന്നു എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ്. ഞാൻ എന്താണ് ഫേസ് ബ്ലർ ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കറിയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. പക്ഷേ അതിനുശേഷം മേ ബി ഞാൻ ആ സംസാരിച്ചതിന് ഇടയ്ക്ക് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച പക്ഷേ വിട്ടുപോയി. ഞാൻ മെൻഷൻ ചെയ്തില്ല ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തോട്ടേന്ന്. അപ്പം ഞാനങ്ങനെ പെർമിഷൻ ചോദിച്ചില്ല. അപ്പം നമ്മളങ്ങനെ പെർമിഷൻ ചോദിക്കാതെ ആളുടെ ഫേസ് റിവീൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്ലർ ആക്കിയത്. നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. സോ നമ്മൾ ഇറങ്ങി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കിനാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഒരു ചെടിയാണ്, അതൊരു പൂവാണോ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൽ അത്ര ഭംഗി ഫീൽ ചെയ്യുന്നില്ല, ബട്ട് നേരിട്ട് കാണുമ്പോൾ എന്തോ ഒരു പഞ്ഞി പോലെ ഇരിക്കുന്നു. അപ്പം ഞാൻ അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. സോ അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുത്തു. ബിക്കോസ് അത്ര നല്ല ചൂടാണ്. ഞാൻ പറഞ്ഞില്ലേ UK ഇപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര ചൂടാണ്. അതിനുശേഷം നമ്മൾ രണ്ടുപേരും വീട്ടിൽ വന്നു, ഒന്ന് റെസ്റ്റ് എടുത്തു. അപ്പോഴേക്കും എനിക്കൊരു പാഴ്സൽ വന്നായിരുന്നു. അതിൻ്റെ കാര്യം ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഈ പാഴ്സൽ അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാഴ്സലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ രണ്ടുപേരും ഒന്ന് ഫ്രഷൊക്കെ ആയി. ഫ്രഷ് ആയതിന് ശേഷം പിന്നെ നമ്മളുടെ എന്താ പറയുന്നത് ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ പയ്യെ ബിരിയാണിക്കുള്ള പരിപാടിയിലേക്ക് പോയി. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ ഞാൻ ആ ഉള്ളിയും ഒക്കെ വഴറ്റി വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് ബിരിയാണി കുറച്ചും കൂടി സിമ്പിളായിട്ട് അധികം ടൈം എടുക്കാതെ ഞാനത് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇത് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഉച്ചയായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. അതിന് അവിടെ കിടന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അരിയാം. അപ്പം എങ്ങനെയാ, നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അതെ, നമുക്കിനി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? ആഴ്ചയിൽ കണ്ടോ നല്ല ഭംഗിയൊക്കെ ആയിട്ട് വന്നു. പിന്നെ സച്ചു പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല കുഴപ്പമൊന്നും ഇല്ല എന്ന് സച്ചു അപ്രൂവൽ തന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഹലോ. അപ്പം നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും വൈകുന്നേരം ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം സമയം എത്രയെന്നറിയാവോ? ഇവിടെ ഒരു 7 മണി നോക്കട്ടെ. അതെ, 7:15 എടുക്കാൻ പോവാം. അപ്പം നമ്മൾ ഓർത്തു പുറത്തൊന്ന് പോകാം, കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് വരാൻ വിചാരിച്ച്. കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ നമുക്ക് പുറത്തൊന്ന് പോയിട്ട് കാഴ്ചകൾ കണ്ടിട്ട് വരാം. അല്ലോ, നമ്മൾ പുറത്തോട്ട് പോവുകയാണെന്ന് നമ്മൾ റെഡിയായി. നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സച്ചു അവിടെ കാറ് കൊണ്ടുവന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു. നമ്മളങ്ങോട്ട് നടക്കുകയാണേ. ഇത് നമ്മളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ളൊരു പ്ലേസാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ UK ഇതുപോലത്തെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. നമുക്ക് ഈവനിങ്ങിലൊക്കെ പോയി ഫാമിലിയുമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകൾ. സോ ഈ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്കാണ്, പ്ലസ് ഒരുപാട് അരയന്നങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഞാൻ ഈ UK വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അരയന്നങ്ങളെല്ലാം ഇവിടുത്തെ ക്വീൻ എലിസബത്തിൻ്റെ അണ്ടറിലുള്ള ഓണർഷിപ്പിലുള്ള ആണെന്ന്. പക്ഷെ പിന്നീട് ഞാനത് അറിഞ്ഞു. അതായത് ഈ അരയന്നങ്ങൾക്കൊക്കെ ലേബിളുള്ളത് ഇല്ലാത്തതും ഉണ്ട്. ലേബൽ ഇല്ലാത്തതാണ് ഈ ക്വീൻ എലിസബത്തിൻ്റെ അണ്ടറിലുള്ളതും. ലേബൽ ഉള്ളതൊക്കെ പ്രൈവറ്റ് ആയിട്ട് ഉള്ള അല്ലെങ്കിൽ UK വൈൽഡ് ലൈഫിൻ്റെ അണ്ടറിൽ വരുന്ന അരയന്നങ്ങളാണെന്നാണ് എൻ്റെ ഒരു അറിവ്.
അവനൊന്ന് കാണിക്കും. അതിനകത്തല്ല, അതിനകത്ത്. അവ അങ്ങോട്ട് നോക്ക്. എനിക്കാണെങ്കിൽ എടുത്തിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ലായിരുന്നു. കാരണം അത്രയ്ക്കും ഭംഗിയായിരുന്നു ആ ലൊക്കേഷനിലെ ഓരോ സ്പോട്ടുകളും. അത് മാത്രമല്ല, നിങ്ങൾ കണ്ടോ, ഈ അരയന്യങ്ങളൊക്കെ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ അവർക്ക് എന്തോ ഫുഡ് കൊടുക്കാം എന്നുള്ള വിചാരിച്ചിട്ട് അവർ നമ്മുടെ അടുത്തോട്ട് വരും. ഹാരു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഇതുപോലത്തെ ലൊക്കേഷനിൽ എക്സ്പ്ലോർ ചെയ്തില്ലല്ലോ. പക്ഷേ ദ തിങ് ഈസ്, അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അരയന്യങ്ങൾക്ക് ആരും ഫീഡ് ചെയ്യരുത്, ഫുഡ് ഇട്ട് കൊടുക്കരുതെന്ന്. സോ അതുകൊണ്ട് തന്നെ നമ്മളിതിന് മുന്നേ, ഈ ബേബി ഉണ്ടാകുന്നതിന് മുന്നേ നമ്മൾ ആ സ്പോട്ടിൽ പോയിട്ടുണ്ട്. അപ്പം നമുക്കത് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ ഫുഡൊന്നും കാര്യമായിട്ട് കരുതാഞ്ഞത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ സ്പോട്ട് ചെയ്തൊരു സംഭവമാണ് ഇതുപോലൊരു കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്നത്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്ന കൊക്കിനെ പറ്റി. കൊക്കാണോ ആവോ. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ അതും കൂടെ അങ്ങ് ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പയ്യെ തിരിച്ച് നടക്കുകയാണ്. ഇവിടെ വെല്ലിംഗ്ബ്രോയിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാൻ. അതിനുശേഷം നമ്മൾ അവിടുന്ന് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി. ടെസ്കോ എന്നാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അല്ലറ ചില്ലറ പർച്ചേസിങ്ങും ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്ക് ഹാരൂട്ടൻ ഉറങ്ങിയായിരുന്നു. തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം സമയം എത്രയെന്നറിയോ? 9:15. എന്ത് വെട്ടമല്ലേ. ഞാൻ കാണിക്കാവേ എത്രത്തോളം വെട്ടമുണ്ട്. 9:15 തന്നെ രാത്രിയിലാണ് കേട്ടോ. രാത്രി 9:15. ഞാൻ കാണിക്കാം. കണ്ടോ, രാത്രി 9:15 ഇത്. അതിനുശേഷം പിന്നെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് നമ്മൾ ഇച്ചിരി ഹെവി ആയിട്ട് ബിരിയാണി കഴിച്ചതുകൊണ്ട് വൈകിട്ട് ലൈറ്റായിട്ട് മതിയെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും പിന്നെ സാലഡായിരുന്നു കഴിച്ചത്. ചിക്കൻ സാലഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു സിമ്പിളായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മുടെ ഡിന്നർ സെറ്റാക്കി. സോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.